അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇത് ഒരു ചരിത്രമാണ്. ഇഡിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താമെന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ചു. ഇവിടെ ആരും തമ്പുരാക്കന്മാരായി രാജാക്കന്മാരായി ജനാധിപത്യത്തിൽ വിലസേണ്ടതില്ല എന്ന് വളരെ വിനയത്തോടെ അറിയിച്ചു. ചെറിയൊരു പ്രതിഷേധം വരുമ്പോഴേക്കും പ്രവർത്തകരെ ബാരിക്കേഡ് ഒന്നുമ്പോഴേക്കും ജലപീരങ്കി ഉപയോഗിക്കുവാനുള്ള ആവേശം, അതിൻ്റെ സൈറൻ മുഴക്കുവാനുള്ള ആവേശം ആരുടേതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നമ്മളെല്ലാവരും ഒരുപോലെ ഇരകളാണ്. നിങ്ങളെ നയിക്കുന്ന മന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നാണ് ഇഡി വരിക എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇത്രത്തോളം ഇഡി കയറി നിരങ്ങിയിട്ടും ഇതുപോലെയുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കാത്തത് മടിയിൽ കനമുള്ളതുകൊണ്ടാണ്. സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഏത് ഇഡി തമ്പുരാന്റെ മുന്നിൽ പോയിക്കൊണ്ടും പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്താൻ നിങ്ങൾക്ക് യാതൊരു മടിയില്ല. ഇത് ഇഡിക്കെതിരെ ഈ കൊറോണ കാലത്ത് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നത്, ഈ കൊച്ചി നഗരം സ്തംഭിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇഡി മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധത്തിന്റെ തുടക്കമാണ് ഈ ഇതുപോലെ ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചു, ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് നടത്താൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിന് ജനാധിപത്യമാണ് വരുന്നത്, പ്രതിഷേധങ്ങളാണ് വരുന്നത്. ഞങ്ങളെ കൊണ്ട് ഈ മാർച്ച് ഇഡി ചെയ്യിച്ചതാണ്. RSSന്റെ ചട്ടുകം എന്നുള്ള നിലയിൽ, RSSന്റെ ഒരു ചട്ടുകം എന്നുള്ള നിലയിൽ ഇഡി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കേരള പോലീസിനെതിരല്ല. കാരണം എൻ്റെ വീട്ടിൽ ഇഡി കേരള റെയ്ഡ് മുഴുവൻ നടത്തുമ്പോൾ എൻ്റെ വീട്ടിൽ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങുമ്പോൾ ആ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരെ കണ്ടാൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേഗം തിരിച്ചറിയും. ആ തലത്തിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ സാറേ വന്നത്? സാറിന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, സ്പെഷ്യൽ ബ്രാഞ്ചല്ലേ, ആ സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ട്? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു വിശേഷമില്ല. എവിടെയാണ് വിശേഷം ഉള്ളത്? വിശേഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് പ്രൊഫസർ കോയ സാഹിബിന്റെ വീട്ടിൽ കുറച്ച് വിശേഷം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ലേ? ഞങ്ങൾക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. കേരള പോലീസിന് ഒരു വിവരം അറിയിച്ചിട്ടില്ല. കേരള പോലീസിൽ ഉന്നതന്മാരെ വിവരം അറിയിക്കാതെ ഇഡി CRPFന്റെ സംരക്ഷണയോടുകൂടി കേരളത്തില് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുന്നത് ആരുടെ താല്പര്യമാണ്? ഈ പ്രതിസന്ധിയിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടും, കേരളത്തിലെ മുഴുവൻ ജനകീയ പ്രസ്ഥാനങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഒരു വശത്തും RSS മാത്രം മറുവശത്തുമുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. കുറിച്ചു കഴിഞ്ഞു. CAA പ്രക്ഷോഭത്തോടുകൂടി, കർഷക പ്രക്ഷോഭത്തോടുകൂടി അത് വീണ്ടും ആരംഭിക്കുന്നു. ഈ പ്രക്ഷോഭത്തിന് കേരളത്തിലെ പ്രബുദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ പ്രതിഷേധത്തിന്റെ കൂടെ നിൽക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. ഇഡി ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഇഡി ആരെയാണ് സമാധാനിപ്പിക്കാൻ? ഇഡി ആരുടെ കാര്യം കൊടുക്കാനാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇഡി ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങൾക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെതിരെ, മായാവതിക്കെതിരെ, റോബർട്ട് വദ്രയ്ക്കെതിരെ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്ത് സംഭവിച്ചു ആ നോട്ടീസുകൾക്ക്? ആ നോട്ടീസുകൾ അയച്ച സന്ദർഭം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നീട് ആ നോട്ടീസുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്കെതിരെ ഇഡി കേസെടുത്തിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ മൈനിങ് തട്ടിപ്പ്, ഭൂമി ഹവാല നടത്തിയിട്ട് യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു. യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളില് അഭിഭാഷകർക്ക്, ജഡ്ജിമാർക്ക്, BJP നേതാക്കന്മാർക്കൊക്കെ കോഴ കൊടുത്തതിന്റെ കണക്ക് യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് കിട്ടി. പക്ഷേ ആ കേസ് ഇഡി എന്ത് ചെയ്തു? കോടികളുടെ അഴിമതിയുടെ കേസ്, ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാരുടെ കേസ്, കോടികളുടെ അഴിമതി, 16,500 കോടി രൂപയുടെ അഴിമതി ബെല്ലാരിയിലെ സഹോദരന്മാർ നടത്തിയപ്പോ, റെഡ്ഡി സഹോദരന്മാർ നടത്തിയപ്പോ ഇഡി കേസെടുത്തു. ആ കേസിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്.
കൊടുത്തിട്ടുണ്ട്. BJP നേതാവ് ഹിമന്ത് ബിശ്വ ശർമ്മ ലൂയിസ് ബർഗർ കേസ് അദ്ദേഹത്തിന്റെ പേരിൽ കോടികളുടെ അഴിമതി ED കേസെടുത്തു. പക്ഷെ പിന്നീട് ശർമ്മ BJPയിൽ ചേർന്നപ്പോ ആ കേസ് ഇല്ലാതെയായി പോകുന്നത് നമ്മൾ കണ്ടു. വ്യാപം കേസ്, ശിവരാജ് ചൗഹാനെതിരെ നടന്നിട്ടുള്ള കേസ്, ശിവരാജ് ചൗഹാൻ BJPയിൽ ചേർന്നു, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ബംഗാളില് മുകുൾ റോയ് ശാരദാ ചിട്ടി ഫണ്ട് കേസ്, മുകുൾ റോയ്ക്കെതിരെ കോടികളുടെ തട്ടിപ്പ് ശാരദാ ചിട്ടി ഫണ്ടിന് കേസിൽ ED എടുത്തു. പക്ഷേ മുകുൾ റോയ് BJPയിൽ ചേർന്നു, ആ കേസ് പിൻവലിക്കുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരിക്കെ രമേശ് പൊഖ്രിയാല് അദ്ദേഹത്തിനെതിരെ ED കേസെടുത്തു, ആ കേസിന് പിന്നീട് സംഭവിച്ചു. ശിവസേന നേതാവ് നാരായൺ റാണെ കോടികളുടെ അഴിമതി നടത്തി ED കേസെടുത്തു. നാരായൺ റാണ പിന്നീട് BJPയിൽ ചേർന്നു, ആ കേസിൽ എന്ത് സംഭവിച്ചു? ബാബ രാംദേവിനെതിരെ ED കേസെടുത്തു, ആ കേസിൽ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ കർണാടകയിലും ആസാമിലും അടക്കമുള്ള വിവിധ പ്രദേശങ്ങളില് MLA-മാരെ കോടികൾ കൊടുത്ത് BJP വാങ്ങിയപ്പോ ആ കോടികൾ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കണമെന്ന് ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടപ്പോ അത് അന്വേഷിക്കാതെ ED മുങ്ങിയത് എങ്ങോട്ടായിരുന്നു? മാത്രമല്ല ED പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? കോടികളാണ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ ഓഫീസിലും റെയ്ഡ് നടത്തിയിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ പൈസ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടായിരിക്കുക പോപ്പുലർ ഫണ്ടിന്റെ ഓഫീസിലായിരിക്കും. കാരണം പൈസ ഇല്ലാത്ത കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ വീഴ്ചയിൽ മാത്രം പൈസ ഒന്നും കിട്ടിയിട്ടില്ല, ഇല്ലാത്തത് കൊണ്ടാണ്, കൊടുക്കാത്തത് കൊണ്ടല്ല. പക്ഷെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന്, പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഓഫീസുകളിൽ നിന്ന് കോടികൾ കിട്ടിയ ED-യുടെ പണം എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ED-യുടെ ചരിത്രത്തിലേക്ക് മെല്ലെയൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ED-യുടെ ഉദ്യോഗസ്ഥൻ രാജേശ്വർ സിംഗ്, ഈ കേരളത്തിലെ കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുന്നത് നന്നാവും. ED ഉദ്യോഗസ്ഥൻ രാജേശ്വർ സിംഗ്, ED-യുടെ ജോയിന്റ് ഡയറക്ടർ JP സിംഗ്, ED-യുടെ ഡയറക്ടർ കർണാൽ സിംഗ്, ED-യിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ BS ഗാന്ധി, ഇവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ കേസെടുക്കേണ്ടി വന്നു. ED-ക്ക് സ്വന്തം വാലയിൽ നിന്ന് കട്ടെടുത്തവരാണ് ഈ പ്രസ്ഥാനത്തെ ED-യെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചെടുക്കുന്ന പണം സ്വന്തം കീശ ഉയർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഈ പ്രസംഗം നടത്തുന്നത്, ഈ ചാരിത്ര പ്രസംഗം നടത്തുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങള് തബ്ലീഗ് നേതാവ് കൊറോണ വൈറസ് പടർത്തിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ BJP കേസെടുത്തു. എന്തിനാ കേസെടുത്തത്? നരഹത്യക്ക് കേസെടുത്തു. അതിന് പുറമെ ED അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പിന്നീട് ബോംബെ ഹൈക്കോടതി പറഞ്ഞു. വ്യാജമായ പ്രചരണമായിരുന്നു തബ്ലീഗ് ജമാഅത്തിനെതിരെ നടത്തിയിരുന്നത്. അതിന്റെ പിന്നാലെയും ED ഓടുന്നത് നമ്മൾ കണ്ടു. കാരണം ED-ക്ക് തൃപ്തിപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയല്ല, മറ്റു ചിലരെയാണ്. സഫറുൽ ഇസ്ലാം ഖാൻ ഡൽഹിയിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ്. സഫറുൽ ഇസ്ലാം ഖാൻ ആ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന് ഡൽഹിയിൽ കലാപം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിലെ ന്യൂനപക്ഷത്തിന് സുരക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് പറയേണ്ട ആളാണ് അദ്ദേഹം. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ RSS-ന്റെ ആളുകൾ ബദറുദ്ദീൻ അജ്മലിനെതിരെ പ്രതിഷേധത്തിന് ശബ്ദമുയർത്തിയപ്പോ ബദറുദ്ദീൻ അജ്മലിനെതിരെ ED കേസെടുക്കുന്നു. ഇപ്പോ കേരളത്തില് പോപ്പുലർ ഫണ്ടിന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയതിനു ശേഷം RSS നേതാക്കന്മാരെ പിറ്റേ ദിവസം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകളിലും റെയ്ഡ് നടത്തണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, RSS-ന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമാണ്. ആ ലക്ഷ്യത്തിനനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് അവർ പലരും നടത്തുന്നുണ്ട്. RSS നടത്തിക്കോട്ടെ. RSS-നെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോപ്പുലർ ഫണ്ട് ഇന്ത്യയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ ഗവൺമെന്റ് ഏജൻസികളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ആ ഗവൺമെന്റ് ഏജൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ RSS-ന്റെ നാടകം, ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ടുള്ള ഈ പോരാട്ടം ഈ ED അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. രോഹിണി സാലിയനെ മറന്നു പോകരുത്. ആ മലേഗാവ് കേസ് അന്വേഷിച്ച രോഹിണി സാലിയൻ ഇന്ത്യ രാജ്യത്തിലെ പത്രക്കാരോടാണ് പറഞ്ഞത്, ഡൽഹിയിൽ നിന്ന് NIA-യുടെ ഉദ്യോഗസ്ഥർ എന്നെ കാണാൻ വന്നു, എന്നിട്ട് പറഞ്ഞു ആ കേസ് ഒന്ന് സോഫ്റ്റ് ആക്കി പിടിക്കണം. ആരാ പറഞ്ഞത്? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന രോഹിണി സാലിയൻ ഇന്ത്യ രാജ്യത്തിലെ പത്രങ്ങളോട് അത് വെളിപ്പെടുത്തിയ ശേഷം അവർ ആ സ്ഥാനം രാജിവെച്ചു പോകുന്നു. കേസ് നടത്താൻ സമ്മതിക്കുന്നില്ല മോഡി ഗവൺമെന്റ്. നമുക്കറിയാം ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ മുംബൈയിൽ വെടിയേറ്റ് മരിച്ചത് എന്തിന്റെ പേരിലാ? മലേഗാവിലും മുദാസയിലും സബ്ജോദ എക്സ്പ്രസിലും അജ്മീർ ദർഗയിലും നടത്തിയ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ RSS ആണ് എന്ന് കണ്ടെത്തിയപ്പോ RSS
ഹേമന്ത് കർക്കറേക്ക് കൊടുത്തത് വെടിയുണ്ടയായിരുന്നു. അന്ന് മഹാത്മാഗാന്ധിക്ക് കൊടുത്ത അതേ വെടിയുണ്ട ഇന്ന് RSS അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് ജസ്റ്റിസ് ലോയ RSSന്റെ അമിത്ഷായുടെ കേസ് വിചാരണക്കെടുത്ത് അമിത്ഷായോട് ഹാജരാകണം കോടതിയിൽ എന്നാവശ്യപ്പെട്ട ജസ്റ്റിസ് ലോയ പിന്നീട് കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണാം. RSSനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തില് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഭരണകൂടത്തിന്റെ ഏജൻസികളെ പോലെ ഗവൺമെന്റ് BJP ഗവൺമെന്റ് സമ്മതിക്കാതിരുന്നത് നമുക്ക് ഇന്ത്യ രാജ്യത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേരളത്തില് പോപ്പുലർ ഫണ്ടിനേക്കാൾ EDയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് CPM-നായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഷാജിക്കായിരിക്കാം, MK മുനീറിനായിരിക്കാം, കോൺഗ്രസ് നേതാക്കന്മാർക്കായിരിക്കാം. പക്ഷേ എന്നിട്ടും അവർ പ്രതിഷേധിക്കുന്നില്ല. കാരണം അവരൊരുമിച്ചാണ് ഇങ്ങനെ ഒരു നാടകം ഈ രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗ് കൂട്ടനും പശു എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണമായി. അതിലപ്പുറം കോൺഗ്രസിന് അവകാശപ്പെടാനൊന്നുമില്ല. മൻമോഹൻ സിംഗ് നയങ്ങൾക്കൊപ്പം പശുവിനെ കൂടി കൂട്ടിക്കെട്ടിയാൽ അതിന്റെ പേര് BJPയുടെ ഭരണമെന്നല്ലാതെ വേറൊരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന EDക്ക് പൂർണ്ണമായ അധികാരം കൊടുത്തിട്ടില്ല. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയുന്ന ആ നിയമം ഇന്ത്യ രാജ്യത്തില് വാജ്പേയി ഗവൺമെന്റാണ് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷേ അത് നടപ്പിലാക്കിയത് ആരാണ് നമ്മൾ ആലോചിക്കണം. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ചിദംബരമായിരുന്നു. മുൻകൈ എടുത്തിട്ട് ചിദംബരം ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ നിയമം നടപ്പിലാക്കിയത്. എന്നിട്ടോ ചിദംബരത്തിന് എന്ത് കിട്ടിയ സമ്മാനം? ചിദംബരം കടന്നു ആക്സിസ് കേസിൽ ദിവസങ്ങളോളം ജയിലില് ഈ EDയുടെ ഇരയായിക്കൊണ്ട് ചിദംബരത്തിന് കിടക്കേണ്ടി വന്നു. NIA ആരാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്? ഈ രാജ്യത്ത് UAPA ആരാണ് കൊണ്ടുവന്നത്? ഈ രാജ്യത്തുള്ള മുഴുവൻ കരി നിയമങ്ങളും കൊണ്ടുവരുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു ഇതൊരു ദിവസം തങ്ങൾക്കെതിരെയും പ്രയോഗിക്കപ്പെടുമെന്ന്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇന്ന് പോപ്പുലർ ഫണ്ടിനെതിരാണ് ED ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നടത്തുന്നതെങ്കിൽ നാളെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഇത് നേരിടേണ്ടി വരും. അതിന് കാത്തു നിൽക്കാതെ പ്രതിഷേധങ്ങൾക്ക്, ഈ ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് പോപ്പുലർ ഫണ്ടിനൊപ്പം നിങ്ങൾ നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടെ അപേക്ഷിക്കാനുള്ളത്. ഇപ്പോ നരേന്ദ്രമോദി താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഇലക്ഷനോടുകൂടി നരേന്ദ്രമോദിയായി ഞാൻ സന്യാസത്തിലേക്ക് പോകുമെന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറയുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ തുടക്കമായിരിക്കാം അദ്ദേഹം താടി നീട്ടി മുടി നീട്ടി സന്യാസത്തിന്റെ പാതയിലേക്കാണ്. ചെയ്തു പോയ പാപങ്ങൾ, പ്രിയപ്പെട്ട മോഡിജി, ചെയ്തു പോയ പാപങ്ങൾ ഏത് ഗംഗയിൽ മുങ്ങി കുളിച്ചാലും തീരാത്ത പാപമാണ് മോഡി അന്ന് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യ ചേർന്ന് മറക്കില്ല. ഒരു സന്യാസത്തിന് താങ്കൾ വിശുദ്ധരാക്കാൻ സാധിക്കില്ല. അദ്ദേഹം സന്യാസത്തിന് പോയാൽ വരുന്ന രണ്ടാമൻ ആരാണ് എന്ന് നമ്മൾക്കറിയാം. അമിത്ഷാ. അദ്ദേഹം കളി തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ കർഷകരുമായി ചർച്ച നടത്തുന്നത് അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയാണ്. കാർഷിക മന്ത്രിയല്ല, മറ്റേതെങ്കിലും മന്ത്രിമാരല്ല. ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തുന്നു. ഒരു നിയമവും പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. നമുക്കറിയാം 2018 2008 2019 ഈ മോഡി ഭരണം ഈ വർഷങ്ങൾ പിന്നിടുമ്പോ രണ്ടാമത്തെ ടേമിലേക്ക് എത്തുമ്പോ നേരത്തെ അവർ ആസൂത്രണ കമ്മീഷന്, വിവരാവകാശ കമ്മീഷന്, അതുപോലെ വിജിലൻസിന്, അങ്ങനെയുള്ള ഓരോ സംഗതികളെയും അവരൊതുക്കിയപ്പോ ഇന്ന് അവരൊതുക്കുന്നത് ആരെയാ? ഇന്ന് അവരൊതുക്കുന്നത് അന്വേഷണ ഏജൻസികളെയാണ്. CBI, ED, കോടതികള്, മാധ്യമങ്ങള് തുടങ്ങിയ എല്ലാവരെയും ഒറ്റയടിക്ക് തങ്ങളുടെ പരിധിക്ക് നിർത്തുവാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂൾ കുട്ടികൾ നാടകം കളിച്ചിട്ട് അതിൽ മോഡിയെ വിമർശിച്ചാൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കുന്നിടത്ത് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. ഷഹീൻ ബാഗിലെ സ്ത്രീകളെയും കുട്ടികളെയും നോക്കിയിട്ട് അവർ വെടിവെച്ചു കൊല്ലു എന്ന് പറയുന്ന കപിൽ മിശ്രക്കെതിരെ ഇന്ന് വരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടില്ല. ഡൽഹി പോലീസ് എടുത്തിട്ടുള്ള കേസുകൾ മുഴുവൻ അവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരാണ്. CAA സമരം പറയാം. ദില്ലി കലാപത്തിന്റെ പേരിൽ നമുക്കറിയാം എത്ര കേസുകളാണ് ഇപ്പോഴും ക്ലോസ് ചെയ്യാത്ത. FIR-ന്റെ പേരിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോവിഡിന്റെ പേരിൽ തബ്ലീഗ് കോവിഡ് എന്നായിരുന്നു ജന്മഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തത്. തബ്ലീഗ് കോവിഡ് എന്ന് പറഞ്ഞാൽ തബ്ലീഗ് കാരണത്തിന് ഇന്ത്യ രാജ്യത്ത് കോവിഡ് പരത്തിയത് എന്ന് വർഗീയത വമിക്കുന്ന പ്രചരണങ്ങൾ ഈ രാജ്യത്ത് ഒരുപാട് നടത്തിയിട്ടുണ്ടായി. ഈ RSSന്റെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം. RSSന്റെ ലക്ഷ്യം ED നടത്തരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. RSSന്റെ ലക്ഷ്യങ്ങളെ RSS കൊണ്ട് നടത്തിക്കോട്ടെ. അവർ പറയുന്നത് മോഡിയെ വിമർശിക്കാൻ പാടില്ല, യോഗിയെ വിമർശിക്കാൻ പാടില്ല. പോപ്പുലർ ഫണ്ട് പറയുന്നു ഞങ്ങൾ മോഡിയെയും വിമർശിക്കും, യോഗിയെയും വിമർശിക്കും. ഞങ്ങളുടെ അവസാനം തന്നെ യോഗി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ, ഭരണഘടനാ ലംഘനങ്ങളെ ഞങ്ങൾ ഈ രാജ്യത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നരേന്ദ്രമോദി ഗുജറാത്ത് കലാപ കേസിലെ പ്രതിയാണ് എന്ന് ഇന്നും ഞങ്ങൾ വ്യക്തമായി
വിളിച്ചു പറയും, അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നാലും ശരി, ആ കറ അദ്ദേഹത്തെ വിട്ടുമാറുന്നില്ല. വ്യവസായ നയങ്ങളെ വിമർശിക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്നു, അദാനിക്ക് വേണ്ടി, റിലയൻസിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിലെ കാർഷിക മേഖലയെ, വ്യവസായ മേഖലയെ തീരെഴുതി കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറയും. ഏത് തരത്തിലുള്ള വിമർശനങ്ങളായി നിങ്ങൾ എടുത്താലും ശരി, വിമർശിക്കരുതെന്ന് പറയുമ്പോൾ കൂടുതൽ ശക്തിയോടെ ഞങ്ങൾ അദാനിയെയും അംബാനിയെയും വിമർശിച്ചുകൊണ്ടിരിക്കും. കാർഷിക നയങ്ങളെ വിമർശിക്കരുത് എന്ന് പറയുമ്പോൾ കാർഷിക നയങ്ങളെ വിമർശിക്കുന്ന പഞ്ചാബിലെ കർഷകരെ നോക്കിയിട്ട് ഖലിസ്ഥാൻവാദികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജന്മഭൂമി പത്രം ഖലിസ്ഥാൻവാദികളും ഇസ്ലാമിക ജിഹാദികളും ഒന്നിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഖലിസ്ഥാൻവാദികളും ഇസ്ലാമിക തീവ്രവാദവുമല്ല. തങ്ങളുടെ ജീവിതം മുട്ടിപ്പോകുമ്പോഴുള്ള ഇന്ത്യ രാജ്യത്തിലെ ജനതയുടെ പ്രതിഷേധമാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാർഷിക നയങ്ങളെ നമ്മൾ വിമർശിക്കും. രാഷ്ട്രപതി ഭവൻ തൊട്ട് ഇന്ത്യ ഗേറ്റ് വരെ ഏകദേശം 886 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 3 കിലോമീറ്റർ ദൂരത്തില് പുതിയ പാർലമെന്റ് മന്ദിരം. ഈ രാജ്യം കൊറോണ പിടിപെട്ട് ആകെ കഷ്ടപ്പാടിൽ ജീവിക്കുമ്പോ 861 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ പാർലമെന്റ് മന്ദിരം പുതുക്കി പണിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രാജ്യദ്രോഹമാണെങ്കിൽ ഞങ്ങൾ ചോദിക്കും, എന്തിനാണ് 861 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം ഒരു വിഡിത്തം നിങ്ങൾ ഈ രാജ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തിലെ ജനത തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കും. ഹത്രാസിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ ചോദിക്കുന്നു, ഹത്രാസിലെ പെൺകുട്ടിയെ കൊന്നതാരാണ്? ആ പെൺകുട്ടിയുടെ ശവശരീരം വീട്ടുകാരെ അറിയിക്കാതെ കത്തിച്ചു കളഞ്ഞതാരാണ്? ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്നത് ആരാണ്? മോദിയുടെ, യോഗിയുടെ തന്ത്രങ്ങൾക്കെതിരെ ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കും. കാശ്മീരികളെ കുറിച്ച് മിണ്ടരുതെന്ന് പറയുന്നു, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും. കാശ്മീരികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച്, നിരോധിക്കപ്പെട്ട ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ച്. ഭരണകൂടം അവരുടെ പ്രവർത്തനങ്ങൾക്ക് ലോകത്തെല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കുന്നു ആംനസ്റ്റി, പക്ഷെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പാടില്ല. അവരുടെ ഫണ്ട് കട്ട് ചെയ്യുന്നു, അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു, റെയ്ഡ് നടത്തുന്നു. മനുഷ്യാവകാശം പാടില്ല മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഭരണത്തിനെതിരെ, RSSനെതിരെ പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുക, അവരെ ഒതുക്കി നിർത്തുക, അതാണ് RSS ലക്ഷ്യം വെക്കുന്നത്. പോപ്പുലർ ഫണ്ടിനെതിരെ ഇതിനു മുമ്പ് ഒരുപാട് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. മാറാട് കലാപം ഉണ്ടായപ്പോൾ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി, ലവ് ജിഹാദ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി, കോയമ്പത്തൂർ കലാപം ഉണ്ടായപ്പോൾ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി, പിന്നെ അതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ലഷ്കർ-e തൊയ്ബയിലേക്ക് റിക്രൂട്ട്മെന്റ്, ISISലേക്ക് റിക്രൂട്ട്മെന്റ് പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന എല്ലാ വിധത്തിലുള്ള പ്രതികരണങ്ങളും, ആ തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളും മറികടന്നിട്ടാണ് ഈ തെരുവീതിയിൽ പോപ്പുലർ ഫണ്ട് നിൽക്കുന്നത്. ഇതിലും വലുതൊന്നുമല്ല ED ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇരയാക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയാം. NRCക്കെതിരായ സമരത്തില്, CAAക്കെതിരായ സമരത്തില് പോപ്പുലർ ഫണ്ട് സഹായിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്, ആ പ്രതിഷേധത്തിന് ഊർജം പകർന്നിട്ടുണ്ട്. അതാണ് ഈ തരത്തിലുള്ള വേട്ടയ്ക്ക് പോപ്പുലർ ഫണ്ടിനെ ഇരയാക്കാൻ കാരണമെങ്കിൽ ഞങ്ങൾ പറയുന്നു, NRCക്കെതിരെ, CAAക്കെതിരെ മരണം വരെ പോപ്പുലർ ഫണ്ട് പോരാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് ED വിട്ട് വേണമെങ്കിലും അന്വേഷിപ്പിച്ചോ. ദില്ലി കലാപം നടന്നെടുത്ത് പോപ്പുലർ ഫണ്ട് എത്തിയിട്ടുണ്ട്, അവിടെ ആശ്വാസം നൽകിയിട്ടുണ്ട്. UP ഞങ്ങളുടെ പ്രവർത്തകർ ആശ്വാസം നൽകുന്നുണ്ട്. അവിടെ യോഗി ഗവൺമെന്റിന്റെ ഭീകരവാദത്തിനെതിരായിട്ട് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയൊക്കെ സംസാരിക്കുന്നത് ആരായിപ്പോ സംസാരിക്കുന്നത്? ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയവരാണോ ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നവരാണോ ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? പുൽവാമയും ബാലാക്കോട്ടിലും ഇന്ത്യൻ ഭടന്മാരെ വെറുതെ കൊലക്കിട്ട് കൊടുത്തവരാണോ ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? നിങ്ങളൊന്നും പോപ്പുലർ ഫണ്ടിന് രാജ്യസ്നേഹം പഠിപ്പിക്കാനായിട്ടില്ല. ഞങ്ങൾക്കറിയാം ഈ രാജ്യത്ത് എന്ത് ചെയ്യണം, ഈ രാജ്യം ആരാണ് സൃഷ്ടിച്ചത് ഞങ്ങൾക്കറിയാം. പ്രവർത്തനങ്ങളിലും ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും വരെ ഈ പറയുന്ന രാജ്യദ്രോഹം എഴുതി വെച്ച ആളുകളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കൊടി RSS അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഗാനം RSS അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക RSS അംഗീകരിക്കുന്നുണ്ടോ? ആ RSS ആണ് നമ്മളോട് രാജ്യസ്നേഹം പറയുന്നത്. എന്നിട്ട് 370 റദ്ദാക്കുന്നു, മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവരുന്നു. ഇങ്ങനെല്ലാം കൊണ്ടുവന്നിട്ടൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവന്നിട്ട് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനാണ്. ആരാ പറയുന്നത്? കൗസർ ബീഗിയുടെ വയറ് കുത്തി കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് കത്തിച്ചു കൊന്നവരെ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ വരിക മോഡി ഗവൺമെന്റ് മുത്തലാഖ് നിരോധിച്ചിട്ട്.
അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നത് കുറച്ചെതിരാണ്. അതുകൊണ്ട് ഭരണഘടനക്കെതിരായ, ഈ രാഷ്ട്ര നേതാക്കന്മാർക്കെതിരായ, രാഷ്ട്ര പതാകയ്ക്കെതിരായ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ദയവ് ചെയ്ത് സംസാരിക്കരുത്. RSSനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. RSSന് 3 ശത്രുക്കൾ RSS പ്രഖ്യാപിച്ചിട്ടില്ലേ? നമുക്കറിയാം. ഇപ്പോൾ പാലോടുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഗോൾവാൾക്കറുടെ പേരിടണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസും CPM ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഗോൾവാൾക്കറുടെ പേരിടരുത്, അവിടെ പ്രമുഖരായ ആളുകളുടെ പേരിടണം, രാഷ്ട്ര നേതാക്കന്മാരുടെ പേരിടണം. പോപ്പുലർ ഫ്രണ്ട് പറയുന്നു രാജ്യദ്രോഹിയുടെ പേര് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇടാൻ പാടില്ല. ഗോൾവാൾക്കർ രാജ്യദ്രോഹി, RSSന്റെ ഒന്നാമത്തെ സർസംഘചാലകായിരിക്കും, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ 1-ാം നമ്പർ രാജ്യദ്രോഹി. സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ 2 പുസ്തകം, ഒന്ന് വിചാരധാര, മറ്റൊന്ന് നാം നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു, രണ്ടും മാർക്കറ്റിൽ കിട്ടും. ഒന്ന് വായിച്ചു നോക്കാം ആരാ ഗോൾവാൾക്കർ എന്നറിയണമെങ്കിൽ. എന്നിട്ട് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, CPMകാരാ, ധൈര്യപൂർവ്വം പറയും, ഒരു രാജ്യദ്രോഹിയുടെ പേര് നമ്മുടെ നാട്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇടാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടില്ലേ 3 ശത്രുക്കള്, 3 അപരന്മാരുണ്ട് ഇന്ത്യയിൽ ശത്രുക്കൾ. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഇത് എഴുതി വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് എന്ത് നിലപാടാണ് പോപ്പുലർ ഫ്രണ്ട് സ്വീകരിക്കേണ്ടത്? പൂമാലയിട്ട് സ്വീകരിക്കണം. ആ സംഘത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? RSS കൊച്ചിയിൽ എവിടെയെങ്കിലും പൊതുയോഗം നടത്തിയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ടോ? അവിടെ നാട്ടുകാർ കണ്ടിട്ടുണ്ടോ? RSSന് പൊതുയോഗം നടത്തലല്ല പണി. RSS കൊച്ചി അങ്ങാടിയിൽ, എറണാകുളം അങ്ങാടിയിൽ ആകെ നടത്തിയിട്ടുണ്ടാവുക ആ പാന്റ് ഷർട്ട്, പണ്ട് ട്രൗസർ ആയിരുന്നു, ഇപ്പൊ പാന്റ് ആക്കിയിട്ടുണ്ട്, അത് ഉടുത്തിട്ട് വടിയും പിടിച്ചിട്ടുള്ള പദസംഘടന RSS നടത്തിയിട്ടുള്ളൂ. കാരണം RSSന് മനസ്സിലാവുന്ന ഭാഷ ആ വടിയുടെ ഭാഷയാണെന്ന് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് അവർ പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് RSSനോട് സംസാരിക്കുമ്പോൾ മുല്ലപ്പൂവിന്റെ നല്ല മാലയും നല്ല റോസാപ്പൂവും കൊണ്ടുപോയി സംസാരിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അത് ലോക വിഡ്ഢിത്തമാണ്. ആ ഭാഷ RSSന് മനസ്സിലാവില്ല എന്ന് കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇനിയും പഠിപ്പിക്കുമെന്നാണ് RSS പറയുന്നത്. അത് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഒതുക്കാൻ വരേണ്ടതില്ല. ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സഹകരിച്ചിട്ടുണ്ട്, EDയോട് സഹകരിച്ചിട്ടുണ്ട്. 2018 നോട്ടീസ് നൽകിയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചതാ. ഞങ്ങൾ പോയിട്ടുണ്ട്, അവിടെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എപ്പോഴും വരാം. കേരള പോലീസ് ഒരുപാട് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് റെയ്ഡിനെതിരല്ല, RSS പറയുന്നത് കേട്ടിട്ട് ED തുള്ളാൻ വരുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. അതിൽ സംശയമാണ്. അതുകൊണ്ട് നിയമവ്യവസ്ഥയുമായി യോജിച്ചു പോകണം എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത്. റെയ്ഡിന്റെ വാർത്തകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ജന്മഭൂമിയിലും അതുപോലെ ടൈംസ് നൗവിലും റിപ്പബ്ലിക് ചാനലിലൊക്കെ വരാൻ പോണുള്ളൂ. ഇവിടുന്ന് പിടിച്ചെടുത്ത രേഖകളുടെ കഥകൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അത് പൊലിപ്പിച്ച് കാണിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ ഭീകരവാദികളായി ആക്കി നിങ്ങളെ അവതരിപ്പിച്ചേക്കാം. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക്, നാട്ടുകാർക്ക് പറയാം എന്താണ് ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെയ്ഡ് നടത്തുമ്പോൾ കോഴിക്കോട് യൂണിറ്റി ഹൗസിലെ ഒരു പ്രവർത്തകന്റെ അദ്ദേഹം എഴുതി വെച്ച ലേഖനത്തിന്റെ കഷ്ണം കിട്ടിയപ്പോ EDയുടെ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇത് നിങ്ങൾ എഴുതിയതാണോ? ഞാൻ എഴുതിയതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാനൊക്കെ കഴിവുണ്ടെങ്കിൽ മോദിക്ക് സ്തുതി എഴുതാൻ പോയിക്കൂടെ എന്ന് ചോദിച്ചതാണ് ഒരു ED ഉദ്യോഗസ്ഥൻ. സാറേ, അത് സാറിന്റെ വീട്ടുകാരും ചെയ്താൽ മതി. മോദിക്ക് സ്തുതി എഴുതാൻ പോലെ EDയുടെ പണിയായിരിക്കും. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിന് അത് പണിയില്ല. ആ പണിയല്ല പോപ്പുലർ ഫ്രണ്ടിന്. മോദിയെ വിമർശിക്കാൻ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് യാതൊരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ബ്ലാങ്ക് പേപ്പറുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്തിനാ ബ്ലാങ്ക് പേപ്പർ? പ്രിയപ്പെട്ട ED ഉദ്യോഗസ്ഥന്മാരെ A4 പേപ്പർ കിട്ടൂല, നിങ്ങൾക്ക് വാങ്ങാൻ പൈസ അല്ലേ? പോപ്പുലർ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ബണ്ടിൽ കൊണ്ടുപോയിരിക്കും A4 പേപ്പർ. എന്തിനാണ് മക്കൾക്ക് പരീക്ഷ, ഓൺലൈൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിലെന്തൊക്കെ നിങ്ങൾ എഴുതി ചേർക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കൊണ്ടുപോയിട്ടുണ്ട് ബ്ലാങ്ക് പേപ്പറുകൾ. ഞങ്ങൾ പ്രൊഫസർ P. കോയ സാഹിബിന്റെ കയ്യിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആദ്യം പെൻഡ്രൈവ് നിങ്ങൾ ആലോചിക്കണം. ഒരു ഓഫീസിൽ വന്നിട്ട് പെൻഡ്രൈവുകളും ഹാർഡ് ഡിസ്കുകളും മൊത്തം അഴിച്ചുകൊണ്ട് പോവാ ED. പിന്നെ ഓഫീസൊന്ന് വർക്ക് ചെയ്യണ്ട, ഇവിടെ മനുഷ്യന്മാർക്ക് പണിയെടുക്കേണ്ടതില്ലേ? പ്രിയപ്പെട്ട ED ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര ഗവൺമെന്റിനോടൊന്ന് പറയണം. നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, മുപ്പര് കുറെ കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങളുടെ ഈ ഹാർഡ് ഡിസ്ക് ഒന്ന് കോപ്പി ചെയ്യാനുള്ള സംവിധാനം EDയുടെ കയ്യിലില്ലേ?
അത് കോപ്പി ചെയ്ത് കൊണ്ടുപോയാൽ പോരെ? ഈ ആർട്ടിസ്റ്റ് അയച്ചുകൊണ്ട് പോലെ ഏത് നൂറ്റാണ്ടിലാണോ ഇഡി താനൊക്കെ ജീവിക്കുന്നത്? ഇമ്മാരി തോന്നിയാസത്തിന്റെ പേരാ ഇഡി. പെൻഡ്രൈവ് എടുത്തുകൊണ്ട് അത് കോപ്പി ചെയ്താൽ പോരെ? ഫോറൻസിക് ലാബിൽ പരിശോധിക്കണത്രേ. എന്താണിപ്പത്? പ്രൊഫസർ പി കോയ സാഹിബിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പെൻഡ്രൈവ് ഇഡി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ടാവും. ആ ഒരു പെൻഡ്രൈവ് മുഴുവൻ ഇന്ത്യൻ ഫാഷിസത്തെ കുറിച്ചുള്ള കോയ സാഹിബിന്റെ പഠനമാണ്. പ്രിയപ്പെട്ട ഇഡി ഉദ്യോഗസ്ഥന്മാരെ, ഒഴിവ് കിട്ടുമ്പോൾ സ്വന്തം കമ്പ്യൂട്ടറിലേക്ക് അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇന്ത്യൻ ഫാഷിസം എന്താണ്, RSS എന്താണ്, മോഡി ആരാണ്, ഗോൾവാൾക്കർ ആരാണ് എന്നൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ആരുടെ കാലാണ് ഒഴിഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യത്തിലെ നിങ്ങൾ ശമ്പളം പറ്റിയിട്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കണമെന്ന് ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക. ഓഫീസിൽ നിന്ന് ഇതുപോലെ ഒരുപാട് ഡാറ്റ എന്ന് പറഞ്ഞാല് RSSനെതിരെ, CPMനെതിരെ, മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ, ദളിത് പോരാട്ടങ്ങളുടെയൊക്കെ ഇന്ത്യയിലെ 30 കൊല്ലത്തെ ഡാറ്റ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത്. പത്രക്കട്ടിങ്ങുകള്, മാഗസിന്റെ കട്ടിങ്ങുകള്, യൂട്യൂബ് ലിങ്കുകള്, ഇങ്ങനെയുള്ള 30 കൊല്ലത്തെ രേഖയാണ് ഇഡി ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇതൊക്കെ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തെ അവസാനിപ്പിക്കാനല്ലാതെ ഇഡിയുടെ പേരിലുള്ള നിയമം. ഇഡി പിടിച്ചെടുക്കുക എന്തിന്റെ പേരില നോട്ടീസ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന നിയമത്തിന് എന്തിനാണ് പ്രിയപ്പെട്ട ഇഡിക്കാരെ ഈ പത്രക്കട്ടിംഗ് ഒക്കെ? നിങ്ങൾക്കറിയാം, ഈ പത്രക്കട്ടിങ്ങുകൾ, രേഖകൾ മുഴുവൻ കൊണ്ടുപോയി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ പോരാട്ടത്തെ തടയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ തലയിലുണ്ട് ഡാറ്റ, ഞങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് RSS രാജ്യത്ത് ചെയ്തതൊക്കെ. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അത് ഞങ്ങൾ കൊണ്ടു നടക്കും ഞങ്ങളുടെ അവസാനം വരെ. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഇഡിയോട് പറയാനുള്ളത്, ഏത് ഇഡി വന്നാലും ഞങ്ങളൊരടി പിന്നോട്ട് വെക്കാൻ തയ്യാറില്ല. ഈ രാജ്യത്തിന് കൗസർ ബാനുവിന്റെ കണ്ണീര് വറ്റുന്നത് വരെ, മാറാട് അബൂബക്കർ കോയയുടെ കുടുംബത്തിന്റെ കണ്ണീര് വറ്റുന്നത് വരെ, ഷഹീൻ ബാഗിൽ സമരം ചെയ്യുന്ന വൃദ്ധകളുടെ കണ്ണീര് വറ്റുന്നത് വരെ, ഗുജറാത്തിൽ നിങ്ങൾ കൊല ചെയ്ത ആയിരക്കണക്കിന് മുസ്ലിം മക്കളുടെ കണ്ണീര് വറ്റുന്നത് വരെ, അതുപോലെ നിങ്ങൾ കൊല ചെയ്ത അഖിലാഖിന്റെ കുടുംബത്തിന്റെ കണ്ണീര് വറ്റുന്നത് വരെ പോപ്പുലർ ഫണ്ട് ഈ മാർഗത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഇഡി ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചു. ഇഡി ഉദ്യോഗസ്ഥന്മാർക്ക് ഇനിയും വരാം. ഏത് ഇഡി ഉദ്യോഗസ്ഥൻ വന്നാലും ഞങ്ങളാരും BJPയിൽ ചേരാൻ പോണില്ല. BJPയിൽ ചേർന്ന് രക്ഷപ്പെടാനുള്ള വഴി പോപ്പുലർ ഫണ്ടുകാരെ സ്വീകരിക്കൂല. 2, ഞങ്ങളാരും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് രക്ഷപ്പെടാനും പോകില്ല. ആർക്കും ഏടിക്കും വരാം. ഞങ്ങളുടെ ഒരു നേതാവും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടില്ല, ഇനി അഡ്മിറ്റ് ആവാനും പോണില്ല. കാരണം ഞങ്ങൾ തീരുമാനിച്ചിറങ്ങിയതാണല്ലോ. ഞങ്ങൾക്ക് മടിയിൽ കാണുന്നില്ല. RSSനെതിരാണോ ചോദിച്ചാൽ ഞങ്ങൾ പറയും അവസാനം വരെ ഞങ്ങൾ എതിരാണ്, അതിൽ സംശയമില്ല. ഈ രാജ്യത്തിന് ഞങ്ങൾ എതിരല്ല. വിദേശത്ത് 5 നയാ പൈസ സഹായം സ്വീകരിക്കരുതെന്ന് 30 കൊല്ലം മുമ്പ് തീരുമാനിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അന്വേഷിച്ചോ, നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ. പോപ്പുലർ ഫണ്ടിന് 5 നയാ പൈസ ഞങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങിയിട്ടില്ല. ഭരിച്ചല്ലോ നിങ്ങൾ, 5 കൊല്ലം തികച്ചില്ലേ? കിട്ടിയോ നിങ്ങൾക്ക് തെളിവ്? ഇനിയും മരിച്ചോ 200 കൊല്ലം? ഒരു തെളിവ് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. കാരണം ഞങ്ങൾ വാങ്ങണില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ പോരാട്ടമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ബോംബും തോക്കൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ ഞങ്ങൾ അവസാനിപ്പിക്കാം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടാവും. തീവ്രവാദികളാണല്ലോ, നാട്ടുകാരോട് പറഞ്ഞു കൊടുത്ത അങ്ങനല്ലേ? ജിഹാദികൾ, ഭീകരവാദികൾ, സൈനൈഡ് ബ്ലേഡ് ഉപയോഗിച്ച് കൊല്ലുന്നവർ, അങ്ങനെയൊക്കെയല്ല പ്രചരിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളല്ല, ഞങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കുന്നവരാണ്. ഞങ്ങൾ ബോംബും തോക്കുമായിട്ട് ഇറങ്ങുന്നവരല്ല. ആ തന്ത്രം ഞങ്ങൾക്കറിയാം. അങ്ങനെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പോണില്ല, ഇത് അവസാനിക്കാനും പോണില്ല. ഞങ്ങൾ ജനകീയമായ പ്രതിഷേധങ്ങൾ മുൻനിർത്തിയിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഏത് ഇഡി വന്നാലും നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ മാപ്പെഴുതി ഷൂ നക്കി രക്ഷപ്പെടാനും പോപ്പുലർ ഫണ്ടില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രം ഇപ്പോൾ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ സ്വർണ്ണക്കേസിൽ പിടിച്ച ആളുകളൊക്കെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാപ്പ് സാക്ഷിയാവുകയാണ്. ഞങ്ങൾക്കതിൽ അഭിപ്രായമൊന്നുമില്ല. അത് അവരും അവരുടെ മടിയിലെ കനവുമായിട്ടുള്ള പ്രശ്നമാണ്. മാപ്പ് സാക്ഷിയാക്കണ ഏർപ്പാടുണ്ടല്ലോ, ഇത് കുറെ കാലമായിട്ട് കേരളത്തിൽ ഞങ്ങൾക്കെതിരെയും പറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ നാറാത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് അത് കേരള പോലീസും ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോയും പറഞ്ഞത് വീട് വെച്ച് തരാം,
ഗൾഫിൽ ജോലി ശരിയാക്കി തരാം, അവിടെ ആയുധ പരിശീലനമായിരുന്നു എന്നൊന്ന് പറയണം. ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞല്ലേ, ഇതുപോലെയുള്ള ചില തട്ടിപ്പുകള് കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പലയിടത്തും നടത്തുന്നുണ്ട്. മൂവാറ്റുപുഴ കേസിൽ നമുക്കറിയാം, ആറാത്ത് കേസിൽ ഞങ്ങൾ കണ്ടതാ. ഇങ്ങനെയുള്ള ഈ പഴകി പുളിച്ച തന്ത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ED ഒക്കെ ഒന്ന് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് വരിക. അത് വെറും തൊള്ളപടായി ആയിട്ട് അവസാനിപ്പിക്കാതെ അതൊക്കെ ഒന്ന് പ്രാവർത്തികമായിട്ട് ED ഉദ്യോഗസ്ഥന്മാർ വരിക. അതുകൊണ്ട് ഈ പ്രതിഷേധം എറണാകുളത്ത് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രതിഷേധം ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ED ഓഫീസിലേക്കുള്ള മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറും. ഇതൊരു തുടക്കമാണ്. EDയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ NIA ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ. CBI നിങ്ങൾക്കറിയാലോ, 7 സംസ്ഥാനങ്ങൾ ഇപ്പോ പറഞ്ഞിരിക്കുക CBI ഇങ്ങോട്ട് വരാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു കേന്ദ്ര ഏജൻസിയോട് ഇന്ത്യ രാജ്യത്തെ 7 സംസ്ഥാനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കാലുകുത്താൻ പാടില്ല. ഈ പ്രതിഷേധം ഒരു തുടക്കമാണ്. കുറച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംസ്ഥാനങ്ങൾ പറയും ED ഇങ്ങോട്ട് കാലുകുത്തരുതെന്ന് പറയും. അതിന് തുടക്കമാണ് ഈ സമരം, ഈ പ്രതിഷേധം. ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും EDയും അന്വേഷണ ഏജൻസികളും RSSന്റെ കാലൊടിയുന്ന, RSSന്റെ ചക്രിതമാവുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാലും, ഏത് തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായാലും, ആരോപണങ്ങൾ ഉണ്ടായാലും, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശവമഞ്ചത്തിൽ അവസാനത്തെ ആണി അടിക്കുന്നത് വരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ വിശ്വാസികൾ, ED എന്ന ഈ ഒരു കേന്ദ്രീയ ഏജൻസി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിശുദ്ധ പശുവാണ് എന്ന ധാരണ പൊതുസമൂഹത്തിനുണ്ടെങ്കിൽ ആ ധാരണയാണ് ഞങ്ങൾ ഇന്നിവിടെ തെറ്റിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രവർത്തകരാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റിൽ ഈ പ്രോഗ്രാമിന് വേണ്ടി സാങ്ഷൻ ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് ഉന്നയിച്ചത് ഈ പ്രോഗ്രാം മാറ്റിവെക്കണം, നിങ്ങൾക്ക് അനുമതി തരാൻ സാധ്യമല്ല, കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ്, അവർക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണെന്ന് പറഞ്ഞു. പക്ഷേ ഫാഷിസത്തെ എതിർക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു റെസ്റ്റുമില്ല എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തെളിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് കാരണമായ CAA സമരത്തിൽ 120 കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിംഗ് നടത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണല്ലോ ED ഞങ്ങളുടെ കേന്ദ്ര ഓഫീസുകൾ റെയ്ഡ് ചെയ്യാമെന്നത്. എന്നാൽ ആ 120 കോടി എന്ന അക്കത്തിൽ ഒരു സത്യസന്ധതയുണ്ട്. അത് പൈസയല്ല, വേണ്ടി വന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് 120 കോടി ജനങ്ങളുമായി ഞങ്ങൾ മാർച്ച് ചെയ്യുന്ന കാരണമാണ് വിദൂരമല്ല എന്ന് ഉണർത്തിക്കൊണ്ട് ജയ് ഡെമോക്രസി എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ിൽ